ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. ഇത് കഴിഞ്ഞാൽ ഉടനെ പോവാം. അപ്പൊ നമുക്ക് ഇത് അങ്ങ് വാങ്ങിച്ചേക്കാം. ചേച്ചി കച്ചവടമൊക്കെ തീർത്ത് വീട്ടിൽ പോട്ടെ. എന്നും 1:30 ആകുമ്പോൾ തീരുന്നതാ. ആളെ കണ്ടാലും പറയും ഒരു പട്ടാളക്കാരന്റെ ലുക്കൊക്കെ ഉണ്ട്. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ നരിയാപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. എൻ്റെ ശബ്ദമൊക്കെ പോയി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഈ വഴി വന്നപ്പം ഒരു ചേച്ചിയെയും മോനെയും കാണാൻ ഇടയായി. ഇവിടെ നല്ല അടിച്ചുപൊളി പൊതിച്ചോറ് വിൽക്കപ്പെടും. അതുപോലെ കപ്പ എല്ലുകറി എന്നുള്ളൊരു ബോർഡും ഉണ്ട്. ഒരു കുടയുണ്ട്. കുടയുടെ താഴെയായിട്ട് ഒരു ചേച്ചിയുണ്ട്, മകനുമുണ്ട്. ചേച്ചി ഇങ്ങോട്ട് നോക്കിക്കേ. ചേച്ചിയുടെ കച്ചവടമാണോ? ഞാൻ മൈക്കും തരാം. ഈ മൈക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുത്തു. ഈ കറക്റ്റ് സ്ഥലം നരിയാപുരം ആണോ? അതെ അതെ, നരിയാപുരം. ഇപ്പൊ 2:30 ഉച്ചയ്ക്ക് 2:30. ഇത് എത്രണ്ണം കൂടെ വിറ്റ് തീരാനുണ്ട്? ഇനി ഒരു പൊതിച്ചോറും 2 കപ്പ എല്ലുകറി. എന്നും 1:30 ആകുമ്പോൾ തീരുന്നതാ. ഇന്ന് തീർന്നില്ല. ആഴ്ച ദിവസം ഇച്ചിരി. ചേച്ചി ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി കച്ചവടം? തുടങ്ങിയിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതി തുടങ്ങിയതാണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കുന്നു. നമ്മുടെ നാട്ടുകാരുടെ സപ്പോർട്ടൊക്കെ ആണെന്ന് തോന്നുന്നല്ലേ? നാട്ടുകാരുടെ എല്ലാവരുടെ സപ്പോർട്ടുണ്ട്. മോനും ഉണ്ടോ കൂടെ? മോനില്ല. മോന് ഇപ്പൊ അവധിക്ക് വന്നേക്കും. അവന് ചെന്നൈയിൽ ITBPയുടെ ആളെ കണ്ടാലും പറയും ഒരു പട്ടാളക്കാരന്റെ ലുക്കൊക്കെ ഉണ്ട്. പട്ടാളക്കാരൻ തന്നെ. ITBP ഇപ്പൊ 15 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് അതിന് അവധിക്ക് വന്നിരിക്കുക. അപ്പൊ മോൻ ഇന്ന് കൊച്ചുമോനില്ല. കൊച്ചുമോനും ഇല്ല. ഇവിടെ നിൽക്കുന്ന ആളും ഇല്ല. അപ്പൊ ഞാൻ കൊച്ചുമോൻ ചേച്ചി ഇവിടെ വന്നിരിക്കുവോ? കൊച്ചുമോൻ ഇവിടെ ഇരിക്കും. അവധി ദിവസങ്ങളിൽ ശനിയാഴ്ച ദിവസമൊക്കെ കൊച്ചുമോനെ. ആളത്തല്ല പഠിക്കുന്നത്? +1 പഠിക്കുന്നത്. +1 പഠിക്കുന്നത്. അപ്പൊ എനിക്ക് ഇന്ന് കാണാൻ പറ്റിയില്ല. എന്തായാലും ഇന്ന് മൂത്ത മോനും ചേച്ചിയും കൂടെ ഇറങ്ങിയതാണ്. ഇന്ന് എത്ര ഊണ് കൊണ്ടുവന്നു? ഇന്ന് 15 കൊണ്ടുവന്നുള്ളൂ. ഞങ്ങൾ തന്നെ ആയതുകൊണ്ട് 15 ഊണേ കൊണ്ടുവന്നുള്ളൂ. ഇന്ന് ചേച്ചി എല്ലാം രാവിലെ ഉണ്ടാക്കുമോ? രാവിലെ എല്ലാം ഉണ്ടാക്കും. ഈ കപ്പയും എല്ലുകറിയും ഊണും മാത്രമേ ഉള്ളൂ? വേറെ ബിരിയാണി ഒന്നും വെക്കില്ല? ബിരിയാണി ഒന്നും അത് ആവശ്യപ്പെട്ടില്ല. ഓരോരുത്തർ പറയുന്നുണ്ട് 10 എണ്ണം വേണോ 5 എണ്ണം വേണോ എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ ഇതുവരെ അത് എടുത്തിട്ടില്ല. അപ്പൊ ചേച്ചി ചില ദിവസങ്ങളിൽ മറ്റൊരു കുട്ടി ഇവിടെ ഉണ്ടാവും അല്ലേ? മറ്റൊരാളെ ഞാൻ ഏൽപ്പിച്ചു വെക്കും. എനിക്ക് വീട്ടിലെ ജോലി ഇതെല്ലാം വീട്ടിൽ വേറെ ആൾ സഹായത്തിനുണ്ട് എന്നെങ്കിലും എല്ലാം കൂടെ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. ചേച്ചി എങ്ങനെയാണ് ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത്? കച്ചവടത്തിലേക്ക് ഇറങ്ങുക പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുക, സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കേറ്ററിംഗ് അല്ലാതെ വീട്ടിൽ കേറ്ററിംഗ് ഉള്ളവരാ. അത് കാരണം ഞാൻ ചോദിച്ചു ഇതൊരു നല്ല ബിസിനസ് ആയിരിക്കും എന്ന് വിചാരിച്ച്. അപ്പം ഞാനിത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് നേരത്തെ ഇത് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുന്നു. നാട്ടിലങ്ങ് കളം പിടിച്ചു പോയെന്ന് തോന്നി. ചേച്ചിയുടെ എല്ലുകറിയും അതുപോലെ തന്നെ ഊണും ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? ഇഷ്ടമാണ്. 11 മണിയാകുമ്പോഴത്തേക്ക് കപ്പ എല്ലുകറിയൊക്കെ 11:30 ആകുമ്പോഴത്തേക്ക് തീരുന്നതാണ്. ഈ കറക്റ്റ് ഇരിക്കുന്ന ലൊക്കേഷൻ നരിയാപുരം ഏത് സൈഡിലായിട്ട് വരും? നരിയാപുരം പിന്നെ കാക്കമുക്ക് എന്ന് പറയും. എൻ്റെ ശബ്ദമൊക്കെ പോയിട്ട് വരികയാണ് കേട്ടോ. ഒരു വലിയൊരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പം ഒച്ചയൊക്കെ പോയി. അപ്പോൾ ചേച്ചിയെ കണ്ടപ്പോൾ ചേച്ചിയെ ഇവിടെ ഇറങ്ങിയിട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കാമെന്ന് കരുതി. ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നരിയാപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാ ദിവസവും എത്ര മണിയാകുമ്പോൾ ചേച്ചി ഇവിടെ വരും? 11:30 മുമ്പേ വരും. 11:30 മുമ്പേ വരും. അപ്പം നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് നല്ല അഭിപ്രായമായിരിക്കും. ഇവിടെ ഒരു ബോർഡ് കാണാം, പൊതിച്ചോറ് വിൽക്കപ്പെടും. അതുപോലെ കപ്പ എല്ലുകറി. ഇനി എത്ര എണ്ണം കൂടി ഇരിപ്പുണ്ട്? ഇതിനകത്തൊന്നുമില്ലേ? ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. ഇത് കഴിഞ്ഞാൽ ഉടനെ പോവാം. അപ്പൊ നമുക്ക് ഇത് അങ്ങ് വാങ്ങിച്ചേക്കാം. ചേച്ചി കച്ചവടമൊക്കെ തീർത്ത് വീട്ടിൽ പോട്ടെ. ഇനി എന്താ ഉള്ള എല്ലുകറി ഉണ്ടോ? ഈ ഊണിന് എത്ര രൂപ? ഇത് കപ്പ എല്ലുകറി ഒറ്റ പാക്കറ്റ് അല്ലേ? എല്ലുകറി വലിയ സാധാരണ എന്ന് പറഞ്ഞാൽ ചെറിയ കിറ്റിനകത്താണ് എല്ലുകറിയും കപ്പയും കൊടുക്കുന്നത്. ഇത് എത്ര രൂപ ഇതിന്? 50 രൂപ. കറിക്ക് 100 രൂപ. അപ്പൊ 150 രൂപ. ഇത് കപ്പ, ഇത് എല്ലുകറി. അതുപോലെ തന്നെ വേറെ എന്താ ഉള്ള ഊണ്. ഇന്ന് മൊത്തം സാധനം വാങ്ങി ഞാൻ കച്ചവടം നിർത്താൻ പോവാം. അപ്പൊ ചേച്ചിയുടെ കച്ചവടം ഇന്ന് തീർന്നു. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ചേച്ചിയുടെ ഈ കച്ചവടത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി എല്ലുകറിയും കപ്പയും കിട്ടും. അതുപോലെ ഊണും കിട്ടും. ഇതിൻ്റെ എത്ര രൂപയായി? കണക്കൊന്നും തെറ്റിപ്പോരുത്. ഇല്ല, ഇത് 250 രൂപയായി. ഓക്കെ. മോൻ ITBP അല്ലേ? ഇപ്പൊ കയറിയതേ ഉള്ളോ? 6 മാസമായി. അപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ അമ്മയെടുക്ക വന്നിരിക്കും. അതുപോലെ തന്നെ ഇളയ മോനും ഇവിടെ വന്നിരിക്കും. അപ്പോൾ എത്ര ഊണ് കരുതും ഒരു ദിവസം? വേറെ ഒരാളെ ഇവിടെ ഇരുത്തുമ്പം 20-22 കൊടുത്തു വിടും. അപ്പം ഒരു 4-5 കപ്പ എല്ലുകറി അത്രയും കൊടുത്തു വിടും. ഞങ്ങളിരിക്കുമ്പം 15 ഊണ് 3-4 കപ്പ എല്ലുകറി. കാരണം എളുപ്പം അങ്ങ് പോകാലോ എന്ന് വിചാരിച്ചു. തൊട്ടടുത്ത മറ്റേ നമ്മൾ ശമ്പളത്തിന് ഇരുത്തുമല്ലേ, അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ കൊടുത്തു വിടും. ഓക്കെ. പിന്നെ നമുക്ക് ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്. ഓർഡർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഭാഗത്തുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 60 പൊതിച്ചോറ് 24-ാം തീയതി കൊടുക്കണമെന്ന്. 24-ാം തീയതി. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഓർഡറൊക്കെ കിട്ടുമ്പോൾ ചേച്ചിയുടെ ഊണും എല്ലുകറിയും കപ്പയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ
നമ്മുടെ ഈ ഭാഗത്തുള്ള നമ്മുടെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളതെന്ന് പറയുമ്പം ചേച്ചിയെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാനപ്പോൾ ഈ വഴിക്കൊക്കെ ഇടയ്ക്കൊക്കെ വന്നു പോകാറുണ്ട് കേട്ടോ.